അച്ഛാ ഞാൻ സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് സിനിമക്ക് പോണ അച്ഛാ നാളെ നനയ്ക്കാ. എടാ അതിന് നനക്ക ഒരു 10 കുടം വെള്ളം പോരെ. അപ്പോഴേക്കും എന്റെ സിനിമന്റെ സമയം അതല്ലേ. എന്താ ഈ ചേരുടെ ഇടയില് സാധനമില്ല. ഈ ചേരുടെ ഇടയിൽ വന്നിരിക്കണം എന്താ ഞങ്ങള് ഓരോന്നടിക്കാ വേണോ? കള്ളുടിയാ കള്ളുടിക്കേ എന്തേ ഇന്റെ വളപ്പിൽ കള്ളുടിക്കേ സത്യന്റെ വളപ്പേ അല്ല അതെ സത്യട്ടങ്ങള് ദേഷ്യപ്പെടരുത്. നിങ്ങൾ കാര്യം അറിയാഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്ത് കാര്യം അറിയാനടാ? എന്താണ് എന്റെ വളപ്പിടുന്നത് കള്ളുടിക്കാൻ പാടുവോ? അതെ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണം പെടുത്തത്. സുഗതൻ കള്ളുടിയനാണ്, പക്ഷെ മാന്യത വിട്ടെന്ന് വരെ കളിച്ചിട്ടില്ല. വേറൊരുത്തന്റെ സ്ഥലത്തിരുന്ന് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കള്ളുടിച്ചിട്ടില്ല. സ്വന്തം സ്ഥലത്തിരുന്നാണ് ഞാൻ കള്ളുടിക്കുന്നത്. സ്വന്തം സ്ഥലോ? അതെങ്ങനെ സുധന്റെ സ്ഥലമാണ്? അച്ഛന്റെ സ്ഥലല്ലേ? എടാ കള്ളു കുടിച്ചിട്ട് വർത്തമാനം പറയുന്നത് കേട്ട കടന്നു പോന്ന്. അതെ അച്ഛനോടും ഉണ്ടായിരിക്കാൻ പറയാരോമല്ലേ. എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെ ഈ സ്ഥലത്തിന് ഞാൻ നികുതി അടച്ചിട്ടുള്ള റെസീറ്റാണിത്. എങ്ങനെയാടാ നീ നികുതി അടക്കണത്? സ്ഥലം എന്റെ അല്ലേ? അതോട്ടെ ഇതൊന്ന് വായിച്ചോക്കാം. അതില് മറ്റേ അത് വായിച്ച സർവേ നമ്പർ വായിച്ച സർവേ നമ്പർ വായിക്കേ. 346 16 346 ആരുടെ? 46 അല്ലേ? ഇനി നികുതി അടച്ച ആളുടെ പേര് വായിക്കി. സുഗതൻ. എന്താ അടിയിലത്തെ വായിക്കേ? ശ്രീധരൻ മകൻ. എവിടുന്നാണ് ശ്രീധരൻ മകൻ സുഗതൻ. അത് തന്നെയാണ്. എന്ത് സുഗതൻ? ഇതൊക്കെ കട കൂടെ ഓരോ റെസീറ്റ് ഉണ്ടാക്കി എഴുതി കൊണ്ടുവരാടാ. അച്ഛനോട് അതിലെ വില്ലേജ് ഓഫീസിൽ സീല് നോക്കാൻ വർത്താനം പറയാൻ നിൽക്കണ്ട. വർത്താനം പറയാൻ നിൽക്കണ്ട. ഇത് എന്റെ സ്ഥലമാണ്. വില്ലേജ് ഓഫീസിൽ സീലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലെ സീൽ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാ സുധേട്ട നിങ്ങൾ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കേ. വില്ലേജ് ഓഫീസിൽ നികുതി അടച്ച കടലാസാണിത്. സുഗതന്റെ സ്ഥലമാണിത്. അതിൽ എഴുതിയില്ലല്ലോ. ഞാൻ നോക്ക്. അതെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് വേണമെങ്കിൽ അച്ഛൻ ഇവിടെ നിന്നോട്ടെ. അച്ഛൻ കഷ്ടപ്പെട്ട് നോക്കിയ സ്ഥലല്ലേ, വിഷമം ഉണ്ടാവും. ഇന്ന് വേണമെങ്കിൽ ഈ ചീര നനച്ചിട്ട് ഈ തൊടി നോക്കി വിഷമിച്ച് നോട്ടെ. നാളെ തൊട്ട് അച്ഛനും മകനും ഇവിടെ കാലെടുത്ത് കുത്തരുത്. കാരണം കാർഷിക വായ്പയ്ക്ക് ലോൺ എടുത്തിട്ട് എനിക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണിത്. നീരുള്ളി കൃഷി. ഇന്ന് പോവാന്നേ, ഞാൻ തർക്കിക്കല്ല. അത് കീറി ഇത് കീറി കളയുന്ന എനിക്കറിയാം. സുഗതൻ അത്രയ്ക്ക് മണ്ടനല്ല. ഇതിന്റെ ഒറിജിനലിന്റെ കയ്യിലുണ്ട്. നടക്ക് ഇതേ നടക്കുക. ഒറിജിനലിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാ മനസ്സിലായോ? നാളെ പാടില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ആ വെള്ളം കൊടുത്ത് നരക്കണ ചീരക്കി. അച്ഛാ അത് ഒറിജിനൽ റെസീറ്റ് ആണ് അച്ഛാ. അതിനകത്ത് വില്ലേജ് ഓഫീസിന്റെ സീലുണ്ട്. വില്ലേജ് ഓഫീസിലെ സീലുണ്ട്. എന്നാ പിന്നെ അത് ചോദിക്കണല്ലോ. ചോദിക്കണം. ചോദിക്കണം. എന്റെ പിന്നാലെ പറഞ്ഞ ആ വെള്ളം കൊടുത്തിട്ട് നനക്കരുത്. വയ്യ. അതിലൊരു സീനുണ്ട്. ഒരു മറ്റേ ഇൻസ്റ്റഗ്രാമിന്റെ റീലൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ. നിനക്ക് കലാപരമായി കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ സീൻ അതുപോലെ അവളിങ്ങനെ എങ്ങോട്ടത്? വില്ലേജ് ഓഫീസറോട് എനിക്കൊരു കാര്യം പറയാനാണ്. സാറകത്ത് മീറ്റിംഗിലാണ്. മീറ്റിംഗിലാന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്താ ഒറ്റക്കൊരാള് മീറ്റിംഗ്? നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. മീറ്റിംഗ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്ത് മീറ്റിംഗ് ചേട്ടാ? ഓൺലൈൻ മീറ്റിംഗ് ഒച്ച ഉണ്ടാക്കല്ലേ? ഓൺലൈൻ മീറ്റിംഗിന് ഒച്ച ഉണ്ടാക്കലുള്ള മീറ്റിംഗ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഏടാ പോകാം. ഓൺലൈനിൽ കൂടെയുള്ള മീറ്റിംഗ് കഴിഞ്ഞ സ്ഥലം സുഗതം കൊണ്ടുപോകുന്നേ. എന്താ കാര്യം? ഇതിന്റെ കാര്യം എന്താ? അത് വില്ലേജ് ഓഫീസർ ഒന്ന് കാണാം. വില്ലേജ് ഓഫീസർ കണ്ടിട്ടുണ്ട്. പോവാൻ പാടില്ല. ഒരു പറഞ്ഞു കേട്ടില്ല. അയാൾ ഇങ്ങോട്ട് വരും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് ഒരു ഓഫീസാണ്. പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഇങ്ങോട്ട് വരും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വില്ലേജ് ഓഫീസർ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അച്ഛന്റെ ഭാഗത്താണ്. അച്ഛൻ വില്ലേജ് ഓഫീസർ വരും. ഇങ്ങോട്ട് വരും. പണിക്കാരന്മാരുടെ സ്വഭാവം കാണിക്കും. എന്താണിത്? ഇതൊരു ഓഫീസാണ്. ഇവിടെ ഒച്ച എടുക്കരുത്. അതെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറയ്ക്കും. എനിക്ക് ചെവി കേൾക്കാം.
ഇത് ഓഫീസല്ലേ? നിങ്ങൾ ഇത് ആരാ ഇത്? അച്ഛനാണ്. അച്ഛനെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കോ. ഇതൊരു ഓഫീസല്ലേ? ക്ഷമയോടെ പറയാം. എനിക്കറിയാടാ പറയാൻ. ഇല്ല പറഞ്ഞാ മതി. എനിക്കറിയാൻ പറയാം. എന്റെ തൊണ്ട നിനക്കില്ലല്ലോ. പറയാ. അതാണ് ശബ്ദം ഇതിവിടെ കാണാൻ നിങ്ങൾ ഇത് നോക്ക്. പറഞ്ഞാ മതി. റെസീറ്റ് നോക്ക്. 346-16 ഇത് എന്റെ സ്ഥലം. ഞാൻ 2 വർഷം മുമ്പ് കരടച്ചത്. ഇതാ ഇത് ഇക്കൊല്ല അടച്ചത്. 346-6 ഈ 346-16 എങ്ങനെ 6 ആയി? എനിക്ക് അതിനുള്ള സമാധാനം പറഞ്ഞു തരണം. സാറേ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമല്ല. ഇതൊരു ചെറിയ പ്രശ്നം, ഒരു 1ന്റെ പ്രശ്നമാണ്. 1ന്റെ പ്രശ്നം അത്ര ചെറുതല്ലാന്ന്. ഇതിപ്പോ സാറിന്റെ 16 എന്നുള്ളത് അതിലെ 1 എവിടെയോ നഷ്ടപ്പെട്ട് 6 ആയി പോയി. അതല്ലേ ഉള്ളൂ. അത് ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നം അല്ലെന്നേ. ഇതാരാ കരം അടച്ചത്? ആരടച്ചത്? വേറെ ആര്? ഈ പിണ്ണാക്ക് പോറ ഞാനാണ് സാറേ. പക്ഷെ ഞാൻ കര അടച്ചില്ലല്ലോ സാർ. നിങ്ങൾ എഴുതിയാലാണ് തെറ്റ് വന്നത്. 6 നിങ്ങൾ എഴുതി പോയില്ലേ? അത് തെറ്റല്ലേ സാർ? അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് അങ്ങനെ പരിഹരിച്ചാൽ ശരിയാവില്ലാന്ന്. സാറേ എന്റെ 346-16 നിങ്ങൾ കരടച്ചിട്ടുള്ള എന്റെ റെസീറ്റ് കൊടുത്തത് സുഗതനാണ്. സുഗതൻ എന്ന് പറഞ്ഞ ഒരു ചെറ്റക്കി മറ്റുള്ള ആളുകളുടെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരുത്തനാണ്. അവരിപ്പോ എന്റെ ആ സ്ഥലത്തിന്റെ മുകളിൽ ലോൺ എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാൻ പോവാ. ഞാനത് നോക്കി നിൽക്കണ്ടേ? വില്ലേജ് ഓഫീസർ പതിച്ചു കൊടുത്തതാ പറയണത്. ഒരു കാര്യം ഞാൻ പറയാം സാറേ, എന്റെ 16 എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ അവന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. നിങ്ങൾക്കൊക്കെ ഇഡ്ഡലി സാമ്പാറും വിളമ്പും. അതെ മിസ്റ്റർ പിണ്ണാക്ക്, ആരോമൽ, ഇതിപ്പോ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് വലിയ പ്രശ്നമാക്കണ്ട. ഇത് നിങ്ങൾ അങ്ങനെ പരിഹരിച്ചാ പോരാന്ന്. അതല്ല ഞാൻ പറയണതിന്റെ മലയാളം. പറയട്ടെ സാറ്, പറയട്ടെ സാ. ഇത് സത്യത്തില് ഞങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ നിരപരാധിയാണ്. പിന്നെ ഞാനാണോ? അല്ല. പിന്നെ ഞാനതിന് കാരണക്കാരൻ അല്ല. പിന്നെ വരോ? അല്ല. കരടച്ച് വരോ? ഇത് റിലീസിന്റെ കുഴപ്പമാണ്. എന്നാ റിലീസിനെ വിളിക്കും. എന്നാ റിലീസിനെ വിളിക്കും. എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അല്ല, അതാ നല്ലത്. അല്ല ആരാ റിലീസ് ചെയ്യാ? അല്ല അതെ യൂട്ടിയോ? അതെ ആരോമൽ, അതായത് നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ സോഫ്റ്റ്വെയർ റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇതുണ്ട്, സോഫ്റ്റ്വെയർ. നിങ്ങൾ അതൊന്നും പറയണ്ട. കമ്പ്യൂട്ടറിനൊന്നും ഒരിക്കലും തെറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി നിൽക്കണ്ട. അതവിടെ എടുത്തു വെക്കി. അതിനകത്ത് പറയട്ടെ നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച്, നമ്മൾ മനുഷ്യനാണല്ലോ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് ആക്കുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്തതിൽ ആക്കിയപ്പോൾ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇത്. അത് നമുക്ക് പരിഹരിച്ച് തരാം. ഇന്നിപ്പോ തീയതി 16. ഈ അടുത്ത മാസം 16-ാം തീയതി നിങ്ങളെ 16 കറക്റ്റ് ചെയ്ത് ഞാൻ തന്നിരിക്കും. എന്റെ 16 നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരുമില്ല എന്നുള്ളതല്ല. ഈ സംഗതി എനിക്ക് ശരിയാക്കി തരണം. 10 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരണം. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തരാം. തന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാത്തോടെ വലിച്ചു പറിച്ച് പുറത്ത് കൊണ്ടുപോയി തീയിടും. അച്ഛൻ പോരും. തേച്ച് കഴിഞ്ഞിട്ട് അച്ഛാ ഒരു 10 ദിവസം ശരിയാക്കി തരുന്നു പറഞ്ഞു. സോറി സർ, അച്ഛൻ ഭയങ്കര ചൂടനാണേ. അതുകൊണ്ടാണ്. ആ സുഗതൻ എന്ന ആള് ചെറ്റ തെണ്ടി എന്നൊക്കെ പറഞ്ഞില്ല അച്ഛൻ. അച്ഛൻ അതിലും മോശമാണ്. ആ 16 അടിത്തരം നടത്തും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് ശരിയാക്കി കൊടുത്തില്ല ചിലപ്പോൾ സാറിൻ്റെ തന്നെ ചെയ്യും. സാധാരണ ഇങ്ങനെ വർത്താണ്ടായി കഴിഞ്ഞാൽ അച്ഛന് അടിയൊക്കെ പൊട്ടിക്കണം. എന്നിപ്പോ നിങ്ങളോട് പാവം തോന്നിയിട്ടാ അടിക്കാഞ്ഞ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങൾ ഈ അച്ഛൻ്റെ മോൻ തന്നെയാണോ? മോൻ തന്നെ ആണല്ലേ? ഞാൻ പറഞ്ഞത് പോലെ അച്ഛൻ പോരും പോരും. എന്തൊരു തന്തേത്! ഇതൊക്കെ ആർത്തുമൂത്ത് ഭ്രാന്തായ മനുഷ്യന്മാരാണ്. പിന്നെ 2 പേരെടുത്തുമായിട്ട് പറയാം. ഞാൻ അവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ആഭാസതരം? ചിരിയും കളിയും അട്ടാസവും. ഇത് എന്താ ഓഫീസല്ലേ ഇത്? എന്ത് പോയി ജോലി. ഇനി ഞാൻ പറയൂലോ കേട്ടാ മരത്തെ. ചിരിയും കളിയും അങ്ങ്. പിന്നെ സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം. ഭയങ്കര സിനിമ. ചിരിച്ച് ചിരിച്ച് ഉപ്പാടടങ്ങി പോയി. എനിക്ക് മതി ഒരുപാട് ചിരിക്കണ്ട, ഞാൻ കണ്ടോളാം. കഥ പറയണ്ട. മറിമായം